കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു വചനം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഒരു വ്യക്തിയുണ്ട്, നമുക്കൊക്കെ സുപരിചിതനാണ്, യാക്കോബ്. ഈ യാക്കോബിനെ കുറിച്ച് വേദ പണ്ഡിതാക്കന്മാർ പഠിതാക്കൾക്ക് പഠിപ്പിക്കുമ്പോൾ പറയുന്ന രണ്ട് പദപ്രയോഗങ്ങളുണ്ട്. ഒന്ന്, ജേക്കബ് ഈസ് ദ മാൻ ഓഫ് സ്റ്റോൺസ്. യാക്കോബ് കല്ലുകളുടെ മനുഷ്യനാണ്. രണ്ട്, ഹീസ് ദ മാൻ ഓഫ് പില്ലേഴ്സ്. തൂണുകളുടെ മനുഷ്യൻ. അത് വളരെ അർത്ഥവത്താണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഈ രണ്ട് അഭിസംബോധനകൾ എത്രമാത്രം യാഥാർത്ഥ്യമാണ് എന്ന് തുടർന്നുള്ള സമയപരിമിതിക്കുള്ളിൽ ഓടിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. പലയിടങ്ങളിൽ ഞാൻ ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണത്. ഇവിടെ പാളയം സഭയിൽ ഞാൻ ശുശ്രൂഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് തന്ന പ്രേരണ നിമിത്തമാണ് ആ സബ്ജക്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. സബ്ജക്റ്റ് ഇതാ: യാക്കോബ് അഭിമുഖീകരിച്ച 5 കല്ലുകൾ. യാക്കോബ് അഭിമുഖീകരിച്ച 5 കല്ലുകൾ. അത് നമ്മുടെ ജീവിതമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി ഈ സമയം നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. ഒന്നാമത്തെ കല്ല് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 18-ാമത്തെ വാക്യം. ജനസിസ് ചാപ്റ്റർ 28 വേഴ്സ് 18. 28-18 വായിച്ചാൽ, യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി. ഒന്നാമത് യാക്കോബിന്റെ ജീവിതത്തിൽ അഭിമുഖീകരിച്ച കല്ല് ലൂസിലെ കല്ല്. ദ സ്റ്റോൺ ഓഫ് ലൂസ്. നമുക്കറിയാം, യാക്കോബ് അനുഗ്രഹങ്ങളൊക്കെ അപ്പൻ്റെതും ജ്യേഷ്ഠൻ്റെതും പ്രാപിച്ച ശേഷം അവൻ വീട് വിട്ടിറങ്ങേണ്ട സ്ഥിതിയുണ്ടായി. നേരെ പദ്ദൻഅരാമിലേക്ക് തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ വീടിലാക്കി യാക്കോബ് പ്രയാണം ചെയ്യുകയാണ്. ആദ്യമൊക്കെ വലിയ സന്തോഷമായിരുന്നു, യാത്രയൊക്കെ വലിയ സന്തോഷമായിരുന്നു, തുള്ളിച്ചാടി സന്തോഷത്തോടെ പോയി. പക്ഷേ ഇടയ്ക്കൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. പിന്നെ അവൻ ഒരു ചുവട് പോലും മുൻപോട്ട് വെക്കാൻ കഴിയാത്ത സാഹചര്യമായി. ഇരുള് വ്യാപിച്ചു. അവൻ ആ പ്രദേശത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്ന് ഉറങ്ങി. അന്ന് രാത്രി അവന് ദൈവ സന്ദർശനമുണ്ടായി. ആ ലൂസിൽ വെച്ച് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. അവനോട് ഇങ്ങനെ പറഞ്ഞു: യാക്കോബേ, ഞാൻ നിന്റെ പൂർവപിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാണ്. എന്നിട്ട് യാക്കോബിനോട് ദൈവം പറഞ്ഞു: ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ പോകുന്ന യാത്രയിൽ നിനക്ക് ഭക്ഷിപ്പാൻ ആഹാരം, ധരിപ്പാൻ വസ്ത്രം, നിന്നെ നിന്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് ഞാൻ സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യും. ഈ ദർശനം അവന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നാട്ടി. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പില്ലർ ജേക്കബ് ഫേസ്ഡ്.
കല്ലെടുത്ത് തൂണായി നാട്ടി അവൻ പറഞ്ഞു, ഇവിടെ ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല, ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഈ കല്ല് കാണുമ്പോഴൊക്കെ യാക്കോബിന്റെ ജീവിതത്തിൽ വരുന്ന ചിന്ത എന്തായിരിക്കും എന്നറിയാമോ? ഇവിടെ വെച്ചാണ് ദൈവം എന്നോട് സംസാരിച്ചത്. ദൈവത്തെ കാണുവാനിടയായത് ഇവിടെ വെച്ചാണ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാലാകാലങ്ങളിലായി ഈ കല്ലിനെ അഭിമുഖീകരിച്ചു കഴിഞ്ഞു അല്ലേ? ദൈവത്തെ നമ്മളെ കാലാകാലങ്ങളായി കണ്ടുമുട്ടി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കല്ല് ഇങ്ങനെ നിൽപ്പുണ്ട്. എൻ്റെ ജീവിതത്തിൽ 1969 ഈ കല്ല് സ്ഥാപിക്കപ്പെടാനിടയായത്. 69 എൻ്റെ കർത്താവിനെ ഞാൻ കണ്ടുമുട്ടി. 69 ഡിസംബർ മാസം യേശുവിനെ ജലത്തിൽ സാക്ഷിച്ചു, സ്നാനപ്പെട്ടു. സ്തോത്രം. ആ കല്ല് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത് 1969. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ പല കാലഘട്ടങ്ങളിലായി ആദ്യത്തെ കല്ല് വെളിപ്പെട്ട് കഴിഞ്ഞു. ഇനി ആ കല്ല് വെളിപ്പെടേണ്ട കാര്യം ഇനിയില്ല, വെളിപ്പെട്ട് കഴിഞ്ഞു. ഇനി തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ബാക്കി 4 കല്ലുകൾ, അത് നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് വെളിപ്പെടേണ്ടതാണ്, നാട്ടേണ്ടതാണ്. അത് ഏതൊക്കെയാണ് ബാക്കി 4 കല്ലുകൾ? അപ്പോൾ യാക്കോബിന്റെ ജീവിതത്തിൽ അഭിമുഖീകരിച്ച രണ്ടാമത്തെ കല്ല് 29 അധ്യായം 10 വാക്യം, ചാപ്റ്റർ 29 വേഴ്സ് 10, 10 വാക്യം. തന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്തു ചെന്ന് കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി. കിണറിന്റെ വായ്ക്കലെ കല്ല്. യാക്കോബ് പ്രയാണം ചെയ്ത് കിഴക്കരുടെ ദേശത്തെത്തി. ആ 29 അധ്യായം 1 വാക്യം ഒന്ന് വായിച്ചു. 1 വാക്യം. പിന്നെ യാക്കോബ് പ്രയാണം ചെയ്ത് കിഴക്കരുടെ ദേശത്തെത്തി. അപ്പോൾ ഈ കല്ല് എന്ന് പറയുന്നത് കിഴക്കരുടെ ദേശത്തെ കല്ല്, ഈ കിണറിന്റെ വായ്ക്കലെ കല്ല്. യാക്കോബ് പ്രയാണം ചെയ്ത് കിഴക്കരുടെ ദേശത്തെത്തിയപ്പോൾ അവിടെ ഒരു കിണർ. ആ കിണറിന്റെ അടുക്കൽ കുറെ ഇടയന്മാര് ആടുകളുമായിട്ട് വന്നിരിക്കുക. അങ്ങനെ അവരുമായി യാക്കോബ് സംഭാഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ റാഹേൽ വരുന്ന കാഴ്ച കണ്ടു. ഇവൻ അറിയത്തില്ല റാഹേലാണോ ഇല്ലയോ എന്നുള്ളത്. ഒരു പെൺകുട്ടി ആടുകളുമായിട്ട് വരുന്നു, ഈ കിണറിന്റെ അടുക്കലേക്ക് വരിക. ഈ ഇടയന്മാരോട് യാക്കോബ് ചോദിക്കുന്നു, അതാരാ വരുന്നത്? അവർ പറഞ്ഞു, ലാബാന്റെ മകൾ റാഹേലാണ്. ഓ, ലാബാന്റെ മകൾ റാഹേൽ എന്ന് കേട്ട് കഴിഞ്ഞപ്പം യാക്കോബിന്റെ ഉള്ളം പിടയ്ക്കാൻ തുടങ്ങി. കാര്യം മറ്റൊന്നുമല്ല, ഇവന്റെ വീട്ടിൽ വെച്ച് ഇവന്റെ അമ്മ റെബേക്ക കൂടെ ഇവളുടെ കാര്യം പറയും. എനിക്ക് മക്കളോട് പറയും, എനിക്കൊരു സഹോദരനുണ്ട് ലാബാൻ എന്ന പേര്. അവന് 2 പെമ്മക്കളാ, ഒന്ന് ലേയ, ഒന്ന്. നമ്മുടെയൊക്കെ വീടുകളിൽ വന്നു കയറുന്ന വരുന്ന സഹോദരിമാർ, അതായത് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത്, അയ്യോ വാ തുറന്നാൽ അവർക്ക് അവരുടെ വീട്ടുകാരിയുമേ പറയാറുള്ളൂ. ക്ഷമിക്കണേ, എൻ്റെ ആങ്ങള, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, അവരുടെ മക്കൾ, അതേ പറയാനുള്ളത്. കൊണ്ട് ഈ റെബേക്കയും അത് തന്നെയാ യാക്കോബിനോട് പറഞ്ഞു കൊടുക്കുന്നത്, യാക്കോബേ എൻ്റെ പൊന്നുപോലെ, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നവളാണ് ലാബാന്റെ മകൾ റാഹേൽ. അവൾ സുന്ദരിയാ. അപ്പൊ ഈ അമ്മ പറഞ്ഞു കൊടുത്ത ചിത്രം യാക്കോബിന്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന, എനിക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്നതാ ഇതാ എൻ്റെ കണ്ണിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ യാക്കോബ് എന്താ ചെയ്തെന്നറിയോ? അവിടെ ഈ ഇടയന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 2 വാക്യം വായിച്ചു, 29 2 വാക്യം. അവൻ വെളിമ്പ്രദേശത്ത് ഒരു കിണർ കണ്ടു, അതിനരികെ 3 ആട്ടിൻകൂട്ടം കിടക്കുന്നു.
ആ കിണറ്റിൽ നിന്നായിരുന്നു ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത്. അടുത്തത്, എന്നാൽ കിണറ്റിന്റെ വായ്ക്കല് ഉള്ള കല്ല് വലുതായിരുന്നു. കണ്ടോ, കല്ല് വലുതാ. അതുകൊണ്ട് ഈ ഇടയന്മാർക്ക് കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെ ഇവർ വെള്ളം കൊടുക്കുന്നത്? എല്ലാ ഇടയന്മാരും വന്ന ശേഷം അല്ലേ? അതിന്റെ ആ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 7-ാം വാക്യം, 29-ന്റെ 7-ാം വാക്യം. കൂട്ടം ഒന്നിച്ച് കൂടുന്ന നേരമായിട്ടില്ല, ആടുകൾക്ക് വെള്ളം കൊടുത്തു കൊണ്ടുപോയി തീറ്റുവിൻ എന്ന് അവൻ പറഞ്ഞതിന് അവർ, കൂട്ടങ്ങളൊക്കെയും കൂടുവോളം ഞങ്ങൾക്ക് സാധ്യമല്ല. അവർ കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടും, പിന്നെ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കും. ഈ ഇടയന്മാര് പറഞ്ഞെന്തുവാ? കൂട്ടമെല്ലാം കൂടണം, കാരണം ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല ഈ കല്ലുരുട്ടി മാറ്റാൻ. അവരെല്ലാം വന്ന ശേഷം ഞങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്യും? ഈ കല്ല് ഏലസ പറഞ്ഞ് ഉരുട്ടി അങ്ങ് മാറ്റും. ആയിട്ടില്ല. ഞങ്ങൾക്ക് കഴിയത്തില്ലെന്ന് കണ്ടോ. എല്ലാവരും വരുന്നത് വരെ ഞങ്ങൾക്ക് സാധിക്കത്തില്ല. എല്ലാവരും വന്ന ശേഷമേ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ കല്ല് ഉരുട്ടി മാറ്റാനൊക്കത്തുള്ളൂ. അത്രമാത്രം ആ കല്ലിന്റെ വലിപ്പത്തെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ 2-ാം വാക്യത്തിൽ വായിച്ചു. അതെന്തായിരുന്നു? വലിയ കല്ലായിരുന്നു, വലിയ കല്ല്. ചിലപ്പോ ഈ പിശാച് നമ്മുടെ മുൻപിൽ കൊണ്ടുവെക്കുന്ന തടസ്സങ്ങൾ ഒരുപക്ഷെ വലുതായിരിക്കാം. പക്ഷേ ആ വലിപ്പം കണ്ട് നീ ഭയപ്പെടരുത്. ആമേൻ. വലിപ്പം കണ്ട് നീ പേടിക്കരുത്. എത്ര വലിപ്പം കൂടിയ വ്യക്തിയായാലും, എത്ര വലിപ്പമുള്ള തടസ്സമായാലും, ദൈവത്തിന്റെ പൈതല് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ നമ്മുടെ ദൈവം ശക്തനായ. ഒരുപക്ഷെ ലോകം പറയും ഈ രോഗം ഒരു വല്ലാത്ത രോഗമാണ്. ഇല്ലില്ല, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാ. അവൻ നമുക്ക് വേണ്ടി എത്ര വല്ലാത്ത രോഗമായാലും, എത്ര വലിയ പ്രശ്നമായാലും അതിനെ മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അടക്കം ചെയ്ത കല്ലറയുടെ മുൻപിൽ ഉരുട്ടി വെച്ച കല്ല് അല്ലേ? ആ കല്ലിന്റെ വലിപ്പത്തെ കുറിച്ച്, ചെറിയ കല്ലൊന്നുമല്ല, ആ കല്ലിന്റെ സൈസിനെ കുറിച്ച്, വലിപ്പത്തെ കുറിച്ച് മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 4-ാം വാക്യത്തിലുണ്ട്. മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് 4, 4-ാം വാക്യം. അവർ നോക്കിയാറെ കല്ലുരുട്ടി കളഞ്ഞതായി കണ്ടു. ആ കല്ല് അവർ നോക്കിയപ്പോൾ കല്ലുരുട്ടി കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. കണ്ടോ, യേശുവിന്റെ കല്ലറയുടെ വാതുക്കൽ ഉരുട്ടി വെച്ച കല്ല് എങ്ങനത്തെ കല്ലാണെന്നാ വായിക്കുന്നേ? അത് അതിരാവിലെ ആഴ്ചപ്പെടുന്ന 1-ാം ദിവസം അതിരാവിലെ സഹോദരിമാര് കല്ലറയ്ക്കലേക്ക് ഓടുകയ, സുഗന്ധവർഗം സ്വരൂപിച്ച്. ഇവർ ഓടുമ്പോൾ തമ്മിൽ നോക്കിയച്ചു പറഞ്ഞു, നമുക്ക് വേണ്ടി ഹൂ വിൽ റോൾ ദാറ്റ് സ്റ്റോൺ? ആര് നമുക്ക് വേണ്ടി ആ കല്ല് ഉരുട്ടി മാറ്റും? കാരണം ഇവർക്കൊക്കത്തില്ല. ബിക്കോസ് ആ കല്ലിന്റെ വലിപ്പം അവിടെ പറഞ്ഞിരിക്കുന്നു, അത് ഏറ്റവും വലുത്. ആ പ്രദേശത്ത് കിട്ടാവുന്ന കല്ലുകളിൽ ഏറ്റവും വലുതാ ഈ കല്ല്. എവിടെ? യേശുവിന്റെ കല്ലറ വാതുക്കൽ ഉരുട്ടി വെച്ചത്. എന്നാൽ ദൈവമൈതലേ, നിനക്ക് ലഭിക്കേണ്ട വാഗ്ദത്തം, യേശു പുറത്തു വരിക എന്നുള്ളത് പിതാവാൻ ദൈവം ചെയ്ത വാഗ്ദത്തമാ. അതിനെ എത്ര വലിയ കല്ലുകൊണ്ട് അടച്ചു വെച്ചാലും, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. നിന്റെ മുമ്പിലുള്ള തടസ്സം എത്ര വലുതായാലും യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. രോഗശക്തികൾ എത്ര ഭയാനകം ആയാലും യേശുവിൻ നാമത്തിൽ അത് നീങ്ങിപ്പോകട്ടെ. എല്ലാവരും കൂടെ ചേർന്നേ അത് ഉരുട്ടി മാറ്റാൻ ഒക്കത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാ യാക്കോബ് നോക്കിയപ്പോൾ തനിക്കുള്ള വാഗ്ദത്തം വേണ്ട വരുന്നു.
തൻ്റെ അമ്മ കൂടെ പറയുന്ന റാഹേൽ എന്ന പെൺകുട്ടി ദേണ്ട വരുന്നു, തനിക്ക് കിട്ടേണ്ടതാ, തനിക്കുള്ളതാ. ഇത് മനസ്സിലാക്കിയ യാക്കോബ് ചെയ്തത് കേൾക്കണോ? അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, 9-ാമത്തെ വാക്യം. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ റാഹേൽ തന്റെ അപ്പന്റെ ആടുകളോട് കൂടെ വന്നു. അവളായിരുന്നു അവയെ മേയിച്ചു വന്നത്. തന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്തു ചെന്ന് കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി. ശ്രദ്ധിക്കണേ, റാഹേലിനെ കണ്ടപ്പം, ലാബാന്റെ ആടുമാടുകളെ കണ്ടപ്പം ഈ യാക്കോബ് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഇടയന്മാരെ കൂട്ടുവിളിച്ചോ? ബാ നമുക്ക് ഒരുമിച്ച് കല്ലുരുട്ടി മാറ്റാം, കൂട്ടുവിളിച്ചോ? ഇല്ല, അവൻ ഒറ്റയ്ക്ക കല്ലുരുട്ടി മാറ്റി. അങ്ങനെയെങ്കിൽ ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ മുൻപിലുള്ള തടസ്സങ്ങളെ മാറ്റിയെടുക്കാൻ കോഴിക്കോട്ടുനിന്നൊരു പ്രവാചകൻ വരണമെന്നില്ല. ആമേൻ. തമിഴ്നാട്ടിൽ നിന്നൊരു പ്രവാചകൻ വരണമെന്നില്ല. നിന്റെ മേൽ ദൈവം അധികാരം തന്നിട്ടുണ്ട്. നീ വിശ്വാസത്തോടെ പറ. മകനെ, ഒരു പ്രത്യേക അധികാരം ഞാൻ നിന്റെ മേൽ പകരുന്നുണ്ട്. നിന്റെ മുൻപിൽ ശത്രു ഉരുട്ടി വെച്ച കല്ലുകൾ അതിനെ ഉരുട്ടി മാറ്റുവാൻ തക്കവണ്ണം എന്റെ നാമത്തിൽ കൽപ്പിക്കേണ്ടതിന് ഞാൻ നിന്റെ മേൽ അധികാരം പകർന്നിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നീ അത് ഉപയോഗിക്കാൻ തയ്യാറാക്. ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാ. യേശുവിന്റെ നാമത്തിൽ ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുക. ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുക. The power and authority he given to us. The power and authority God given to us. We should use that power. Praise the Lord. യാക്കോബ് ഒറ്റയ്ക്ക് കല്ലുരുട്ടി മാറ്റിന്ന് ഒരൊറ്റ വ്യക്തികളെ കൂട്ടുപിടിച്ചില്ല. കാരണം എന്താണെന്നറിയോ? ഇവന്മാരെ കൂട്ടുപിടിച്ച കാര്യം നടക്കത്തില്ല. അവരെല്ലാം അവിടെ ഇരിക്കുക. സാധാരണ ഇവര് ആടുകളെ വെള്ളം കുടിപ്പിച്ച ശേഷം വീടുകളിൽ എത്തുമ്പോൾ ഒരു സമയമാകും. പക്ഷെ യാക്കോബ് അന്നേരം തന്നെ അവൻ ഒറ്റയ്ക്ക് കല്ലുരുട്ടി മാറ്റി റാഹേലിന്റെ ആടുകൾക്ക് വെള്ളം കുടിപ്പിച്ചിട്ട് അവൻ റാഹേലുമായി ആടുകളുമായി വീട് വച്ചു. മറ്റുള്ളവർ അവിടെ കുത്തിയിരിക്കുന്നേ ഉള്ളൂ. യാക്കോബ് വീട് വച്ചെന്ന്, അതായത് ഇവന് ലഭിക്കേണ്ട വാഗ്ദത്തം അവൻ അവകാശമാക്കി. എനിക്ക് എത്രയും വേഗം അത് ലഭിക്കണം. അവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് ഞാൻ പറയട്ടെ. ഈ 2024 നിന്റെ കുടുംബത്തിൽ ചില വിടുതലുകൾ സംഭവിക്കും, രോഗസൗഖ്യം സംഭവിക്കും, നിനക്ക് വഴി തുറക്കപ്പെടും, വിസ ലഭിക്കും, വീട് ലഭിക്കും. ഇങ്ങനെ ദൂത് ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ. 2024 തീരാൻ ഇനിയും മാസങ്ങളുണ്ട്, അല്ലേ? ഇപ്പോൾ 6 മാസം ആയതേ ഉള്ളൂ. ഇനി 6 മാസങ്ങൾ കൂടിയുണ്ട് 2024 തീരാൻ. 2024 ദൈവം തരുമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഡിസംബർ വരെ ഉണ്ടല്ലോ, ഇനിയും 6 മാസങ്ങൾ കൂടെ ഉണ്ടല്ലോ. അപ്പൊ തരട്ടെ എന്നല്ല, ആ വിടുതൽ 2024 നടക്കേണ്ട വിടുതല് ഇന്ന് കിട്ടിയാൽ വല്ല കുറവുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലഭിച്ച നിന്റെ ശരീരത്തിന്റെ, നിന്റെ വിഷയത്തിന്റെ മേൽ ഇന്ന് വിടുതല യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ.
ആമേൻ. നാളെയല്ല, 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 ഇന്ന് നിന്റെ ജീവിതത്തിൽ വിടുതല കേട്ടോ. സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ, സമയം പോയല്ലോ. അപ്പൊ രണ്ടാമത്തെ കല്ല് കിഴക്കരുടെ ദേശത്തെ കല്ല്. മൂന്നാമത്തെ കല്ല്, തേർഡ് സ്റ്റോൺ, യാക്കോബ് അഭിമുഖീകരിച്ച മൂന്നാമത്തെ കല്ല്. 31 അധ്യായം 45 വാക്യം. ചാപ്റ്റർ 31 വേഴ്സ് 45, 45 വാക്യം. അപ്പോൾ യാക്കോബ് ഒരു കല്ല് എടുത്ത് തൂണായി നിർത്തി. അവൻ അഭിമുഖീകരിച്ച മൂന്നാമത്തെ കല്ല് ഗിലെയാദിലെ കല്ല്. ദാറ്റ് ഇസ് ദ സ്റ്റോൺ ഓഫ് ഗിലെയാദ്. ഗിലെയാദിലെ കല്ല്. യാക്കോബ് വീട് വിട്ട് ഇറങ്ങിത്തിരിച്ചു. ലാബാന്റെ വീട് വിട്ട് ഇറങ്ങിത്തിരിച്ചു. പദ്ദൻആരാമിൽ അവൻ യാത്ര തിരിച്ചു. നീണ്ട 20 വർഷങ്ങൾ അവിടെ പാർത്ത ശേഷം അവൻ ഇറങ്ങിത്തിരിച്ചു, തനിക്കുള്ളതുമായി, തനിക്ക് അവകാശപ്പെട്ടതുമായി. ശ്രദ്ധിക്കണം, യാക്കോബിന്റെ ജീവിതത്തിൽ അന്യായമായതൊന്നുമില്ല. തനിക്ക് അർഹതപ്പെട്ട നന്മയുമായിട്ടാണ് യാക്കോബ് യാത്ര തിരിച്ചത്. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഗിലെയാദ് മലഞ്ചരിവിലെത്തി. അവൻ അവിടെ കൂടാരമടിച്ചു കിടക്കുക. യാക്കോബ് പുറപ്പെട്ട ശേഷം 3 ദിവസം കഴിഞ്ഞപ്പോൾ ലാബാൻ അറിവ് കിട്ടി, നിന്റെ മരുമകൻ യാത്ര തിരിച്ചു പോയിന്ന്. അവൻ വിട്ടില്ല. ലാബാൻ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് പിന്നാലെ യാത്ര ചെയ്തു. 7 ദിവസം യാത്ര ചെയ്തപ്പോൾ ഗിലെയാദ് മലഞ്ചെരുവിൽ ലാബാനും എത്തി. അങ്ങേ മലഞ്ചെരുവിൽ യാക്കോബും കൂട്ടരും കൂടാരമടിച്ചു കിടക്കുന്നു. ഇങ്ങേ മലഞ്ചെരുവിൽ ലാബാനും കൂട്ടരും കൂടാരമടിച്ചു. കാരണം രാത്രിയായി, ഇനി നേരം വെളുക്കണം യാത്ര ചെയ്യണമെങ്കിൽ. ഈ ലാബാൻ അറിയാം യാക്കോബും കൂട്ടരും അവിടെ കിടക്കുന്നുള്ളത്, ആടുമാടുകളൊക്കെ ആയിട്ട് കിടക്കുക. ലാബാന് തൻ്റെ സഹോദരന്മാരെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു, ഡേ നോയിക്കേ, കണ്ടോ ദാ കിടക്കുന്നു, നമ്മെ വിട്ട് പോയതാ, എവിടെ പോകാനാ, തോണ്ട കിടക്കുന്നു. നാളെ നേരം വെളുക്കുമ്പോ യാക്കോബും അവനുള്ള സകലവും നമ്മുടെ കസ്റ്റഡിയിലാകും. ഇങ്ങനെ വ്യാമോഹിച്ച് ലാബാൻ അന്ന് രാത്രി കൂടാരത്തിൽ ഉറങ്ങാൻ കയറി. ദൈവം തമ്പുരാൻ വിട്ടില്ല കേട്ടോ. ദൈവം തമ്പുരാൻ പ്രവർത്തിപ്പാൻ അമാന്തിച്ചില്ല. നാളെ ആകട്ടെ പ്രവർത്തിക്കാമെന്ന് ദൈവം ചിന്തിച്ചില്ല. ഇന്ന് നമ്മളൊക്കെ ആണെങ്കിൽ നാളെ ആട്ടെ, അടുത്ത മാസം ആട്ടെ, എപ്പോഴാണ് സ്നാനപ്പെടുന്നത്, അത് അടുത്ത മാസം ആട്ടെ. ഉണ്ടോ? സ്വോത്രം ഇല്ലല്ലോ. സ്നാനപ്പെടാത്തവരൊരു സ്വോത്രം പറ. എപ്പോഴാണ് സ്നാനപ്പെടുന്നത്? അത് അടുത്ത മാസം ആട്ടെ, അല്ലെ അടുത്ത വർഷമാകട്ടെ. നാളെ ഇത് അടുത്ത ദിവസത്തേക്ക് ദൈവം തമ്പുരാൻ മാറ്റിവെച്ചാൽ ഒന്ന് ഓർത്തു നോക്കിയേ, നാളെ ആട്ട് പ്രവർത്തിക്കാമെന്ന് ദൈവം വിചാരിക്കുക. എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? യാക്കോബും കൂട്ടരും അവനുള്ള നന്മയെല്ലാം ആരുടെ കഷ്ടത്താകും? ലാബാന്റെ. അതുകൊണ്ട് ദൈവം പ്രവർത്തിച്ചത് എപ്പോഴറിയോ? അന്ന് രാത്രി ലാബാന്റെ കൂടാരത്തിലേക്ക് ദൈവം തമ്പുരാൻ ഇറങ്ങിച്ചെന്നു. ലാബാനോട് പറഞ്ഞു, ലാബാനെ, എന്റെ ദാസനായ യാക്കോബിന്റെ നേർക്ക് ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒരു വാക്കുച്ചരിക്കുന്നത് നീ എന്ത് ചെയ്യണം? സൂക്ഷിച്ചോണം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവവൈതലേ, ഇത് ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ദൈവം ലാബാന്റെ കൂടാരത്തിൽ ഇറങ്ങിച്ചെന്ന് അവൻ ഈ വാണിംഗ് കൊടുത്തത്, ഈ താക്കീത് കൊടുത്തത് യാക്കോബ് അറിഞ്ഞോ? യാക്കോബ് അറിഞ്ഞോ? ഇല്ല. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലേ? നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച എത്ര സംഭവങ്ങൾ. നീ അറിയാതെ തന്നെ നിന്റെ കുഞ്ഞിന് വേണ്ടി പ്രവർത്തിച്ചത്, നീ അറിയാതെ തന്നെ നിന്റെ യാത്രയിൽ നിന്നെ കാത്തത്. അപകടങ്ങൾ പതിയിരുന്ന സ്ഥാനത്ത്, അനർത്ഥങ്ങൾ പതിയിരുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ ദാസനെ, ദാസിയെ, നിന്നെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്ത ദൈവം തമ്പുരാൻ. പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടില്ല, വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അറിയുന്നത് അല്ലേ? പലപ്പോഴും എൻ്റെ വാഹനത്തിന് നേരെ മറ്റുള്ള വാഹനങ്ങൾ നേരെ വന്നിട്ടുണ്ട്, ഞാൻ വെട്ടിത്തിരിച്ചിട്ടുണ്ട്.
പലപ്പോഴും എൻ്റെ വൈഫ് തൊട്ടടുത്ത് അയ്യോ പറയൂ, ഇവൻ്റെ പോക്ക് എന്തോ ഒരു പോക്കായിരുന്നു, ഇടിക്കേണ്ടതായിരുന്നു. സ്തോത്രം. ദൈവം നാം അറിയാതെ തന്നെ തട്ടി മാറ്റുന്ന അവസ്ഥകൾ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവസ്ഥകൾ. ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക, സമയമുള്ളൂ എങ്കിലും ഞാൻ പറഞ്ഞു വിടാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പിന്നെ എന്നോട് ചോദിക്കും, പാസ്റ്റർ ആ ബാക്കി 2 കല്ലൂടെ പറയണമെന്ന്. അതുകൊണ്ട് ഞാനത് പറഞ്ഞത് തൊട്ടുവിടാം. 3-ാമത്തെ കല്ല് ഗിലെയാദിലെ കല്ല്. ലാബാൻ വന്നു, യാക്കോബിനെ കണ്ടുമുട്ടി. ലാബാൻ യാക്കോബുമായിട്ട് ഒരു ഉടമ്പടി എടുത്ത്, ഒരു കവനൻ്റ്. എന്നതാ കവനൻ്റ്? ഒരു കല്ലെടുത്ത് അവിടെ തൂണായി നാട്ടി. അതാ നമ്മൾ 45-ാം വാക്യത്തിൽ വായിച്ചത്. തൂണായി നാട്ടിയേച്ച് പറഞ്ഞു, ഈ കല്ലിനപ്പുറത്തേക്ക് നിനക്കെതിരെ ദോഷം നിരൂപിച്ചുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് വരത്തില്ല. യാക്കോബ് ആ കല്ലിനൊരു പേരിട്ടു, മിസ്പ. ആ കല്ലിനിട്ട പേരെന്തുവാ? മിസ്പ. അതായത് അതിൻ്റെ അർത്ഥം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നതാ? കാവൽ മാടം. പ്രിയ ദൈവവൈതലേ, നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചില്ലേ, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കൽത്തോൺ, ആ മിസ്പ നാം നമ്മുടെ ജീവിതത്തിൽ നാട്ടിയാൽ നിന്റെ നന്മയെ പിടിച്ചെടുക്കാൻ പിന്തുടരുന്ന പൈശാചിക ശക്തി നിന്നോട് അടുത്തു വരത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ, അടുത്ത അവിടേക്ക് നിന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിലും സമയമില്ലല്ലോ. അടുത്ത അവസാനത്തെ 2 കല്ലുകൾ അതോടൊന്ന് തൊട്ട് പറഞ്ഞു നിർത്താം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ മതി. എടുത്ത് കൽത്തൂൺ നിർത്തി. 4-ാമത്തെ കല്ല്, ദാറ്റ് ഈസ് ദ സ്റ്റോൺ ഓഫ് ബേഥേൽ. ബേഥേലിലെ കല്ല് ഇവിടെ വിശദീകരിക്കുന്നില്ല. അവിടെ വെച്ച് ദൈവം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. വീണ്ടും പ്രത്യക്ഷപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നത്. യാക്കോബിൻ പ്രയാണത്തിൽ ബേഥേലിൽ വെച്ച് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഒരു പ്രത്യക്ഷത കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടരുത്, ഒരു ദൈവാലോചന കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടരുത്. പിന്നെയും നമ്മൾ ദൈവശബ്ദം എന്ത് ചെയ്യണം? കേൾക്കണം. ഓരോ വിഷയത്തിലും ദൈവശബ്ദം കേൾക്കണം. ആമേൻ. അവിടെ ഞാൻ നിർത്തുക. അപ്പൊ ബേഥേലിലെ കല്ല് അവൻ കല്ലെടുത്ത് തൂണായി നിർത്തി. എന്താ ആ തൂൺ? ആ കൽത്തൂൺ കാണുമ്പം യാക്കോബിന്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണെന്നറിയോ? ദൈവമേ, ഇവിടെ വെച്ചാണ് എൻ്റെ പേര് യാക്കോബ് എന്നുള്ളത് ദൈവം തമ്പുരാൻ മാറ്റിക്കുറിച്ച് ഇസ്രായേൽ എന്ന് ഇട്ടത്. സ്വത്രം. സ്ഥിതിക്ക് മാറ്റം വരുത്തിയ സ്ഥാനം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നേരത്തെ സങ്കീർത്തനത്തിൽ നമ്മളത് ചിന്തിച്ചല്ലോ, ദൈവദാസനെ കൂടി. നമ്മുടെ അവസ്ഥയ്ക്ക് അവൻ മാറ്റം വരുത്തുന്നവൻ. സ്വത്രം. അവൻ 4-ാമത് ഒരു കല്ലെടുത്ത് തൂണായി നാട്ടി. 5-ാമത്തതും അവസാനത്തതുമായ കല്ല്. അവിടെ ഒത്തിരി ആ കല്ലിൻ്റെ അവിടെ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ നിർത്താൻ പോവുക. 5-ാമത്തതും അവസാനത്തതുമായ ദാവീദ് അഭിമുഖീകരിച്ച കല്ല്. അതേ അധ്യായം തന്നെ 20-ാമത്തെ വാക്യം. 20-ാം വാക്യം. മതി. 5-ാമത്തെ കല്ല് തൻ്റെ ഭാര്യ റാഹേൽ വഴിമധ്യേ എന്ത് ചെയ്തു? പട്ടുപോയി, മരിച്ചുപോയി. ഇവരെങ്ങോട്ടാണ് ഇവരുടെ യാത്രയെന്നറിയാമോ? അതിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചേ. 16-ാം വാക്യം. അവൻ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. എഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ മരിച്ചു, പ്രസവിച്ചു. എഫ്രാത്ത എന്നത് ബത്ലഹേം എന്നാണ്. എഫ്രാത്ത, ബത്ലഹേം. യാക്കോബിന്റെ യാത്ര ബത്ലഹേമിലേക്കാണ്, അപ്പത്തിന്റെ ഭവനത്തിലേക്ക്. ആ എഫ്രാത്തയിലാണ്. അവിടേക്കാണ് യാക്കോബ് യാത്ര ചെയ്യുന്നത്. ഇനി എത്ര ദൂരമുണ്ട്? അല്പദൂരം. ഒന്ന് പറഞ്ഞേ. അല്പം ദൂരം. ഇനി അല്പം അകലം കൂടെ മാത്രമേ ഉള്ളൂ. അല്പദൂരം. സ്തോത്രം.
അബ്നേർ മരിച്ചപ്പോൾ ദാവീദ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്റെ പൊന്നബ്നേരേ, നീ ഇങ്ങനെ നീച്ചനായിട്ടാണോ മരിക്കേണ്ടത്? നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലുകൾക്ക് ചങ്ങലയിട്ടിരുന്നില്ല. പിന്നെ എന്താ ഈ അബ്നേർ മരിക്കാൻ കാര്യം? അയ്യോ, ഹെബ്രോൻ സങ്കേത നഗരമാ. കാലിന് ബന്ധനമില്ല, കൈക്ക് ബന്ധനമില്ല. നീ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചാൽ മതിയായിരുന്നു. ഹെബ്രോന്റെ വാതിക്കൽ വന്ന് നിൽക്കുക, ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതിയായിരുന്നു, നിനക്ക് രക്ഷപ്പെടാമായിരുന്നു രക്തപ്രതികാരകനിൽ നിന്ന്. പക്ഷെ നീ അത് ചെയ്തില്ല, അതുകൊണ്ട് നീ കൊല്ലപ്പെട്ടു, മരിച്ചു. ദാവീദ് വിലപിച്ച് ഒരു പാട്ടെഴുതിയപ്പോൾ അവൻ അങ്ങനെ പാടിയത്, അബ്നേരേ, ഒരു നീചനെ പോലെയോ നീ മരിക്കേണ്ടത്. നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലുകൾ ചങ്ങലയിട്ടിരുന്നില്ല, ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതിയായിരുന്നു. രക്തപ്രതികാരകൻ അബ്നേറിനെ തൊടത്തില്ലായിരുന്നു. ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ റാഹേൽ യാക്കോബും കൂട്ടരും പ്രയാണം ചെയ്ത് എഫ്രാത്തയിൽ എത്താൻ ഇനി അല്പം ദൂരം, അല്പം അകലം മാത്രം. പക്ഷേ റാഹേൽ മരിച്ചു. അവളെ യാക്കോബ് അവിടെ തന്നെ അടക്കി. എഫ്രാത്തയെ കൊണ്ടുപോയില്ല, അവിടെ തന്നെ അടക്കി. ആ സ്ഥലത്തിൻ്റെ പേര് സെൽസഹിൽ എന്ന. ഉൽപ്പത്തി പുസ്തകത്തിൽ അതില്ല. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം, അതോടൊന്ന് വായിച്ചാണ്, സമയം പോയെങ്കിലും. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ശൗലിനെ ശമൂവേൽ അഭിഷേകം ചെയ്ത് വിടുമ്പോൾ ചില സ്ഥലങ്ങൾ ചൂണ്ടിക്കാട്ടി. അതിൽ ആദ്യത്തെ സ്ഥലം വായിച്ചേ. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ചു പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമിന്റെ അതിരിങ്കലെ സെൽസഹിൽ റാഹേലിന്റെ കല്ലറയ്ക്കൽ വെച്ച് രണ്ടാളെ കാണും. മതി. ശൗലിനോട് ശമൂവേൽ പറഞ്ഞു വിടുക, ശൗലേ, നീ എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമിന്റെ അതിരിങ്കൽ സെൽസഹിൽ റാഹേലിന്റെ കല്ലറ. അതാണ് യാക്കോബ് നാട്ടിയ കല്ല. യാക്കോബ് അടക്കം ചെയ്ത കല്ലറയത്. അവിടെ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി. ഈ ശൗലിനോട് ശമൂവേൽ പറയാ, നീ പോകുമ്പം നിന്റെ വല്യമ്മച്ചി റാഹേൽ ആരാ? ശൗലിന്റെ വല്യമ്മച്ചിയാ. ഞാൻ ആ വേദഭാഗത്തോടൊന്നും പോകുന്നില്ല. വല്യമ്മച്ചിയുടെ കല്ലറ ശൗലിന് ചൂണ്ടിക്കാട്ടി, ശൗലേ, നിന്റെ വല്യമ്മച്ചിയുടെ കല്ലറ നീ കാണും, അവിടെ ഒരു കൽത്തൂണുണ്ട്. നീ ആ കല്ലറ കാണുമ്പോൾ ഓർത്തോണം നിന്റെ വല്യമ്മച്ചി മരിക്കാൻ കാരണം എന്താണെന്നുള്ളത്. എഫ്രാത്തയിൽ എത്തുന്നതിന് മുമ്പ് റാഹേൽ മരിച്ചു. കാര്യം ഞാൻ പറയാം. പിശാചിന് അവകാശം പറയത്തക്കവണ്ണം റാഹേലിന്റെ ജീവിതത്തിൽ ഒരു കാര്യമുണ്ടായി. വീട് വിട്ടിറങ്ങിയപ്പോൾ റാഹേലിന്റെ അപ്പന്റെ, അതായത് ലാബാന്റെ ഗ്രഹബിംബം മോഷ്ടിച്ചിവൾ ഒട്ടകക്കോപ്പിനകത്താക്കി കൊണ്ടുവന്നു. ഞാൻ ആ വേദഭാഗം വായിച്ചിട്ട് ഇങ്ങനെ ഓർത്ത്, ഇവൾക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. നീണ്ട 20 വർഷങ്ങൾ യാക്കോബിനോട് കൂടെ പദ്ദൻആരാമിൽ ചെലവഴിച്ച ഇവള് യാക്കോബിന്റെ ദൈവം, ആ ജീവനുള്ള ദൈവമെന്ന് തിരിച്ചറിഞ്ഞവൾ, പിന്നെ ഇവൾ എന്തിനാ അപ്പന്റെ ഗ്രഹബിംബം മോഷ്ടിച്ചത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പിശാചിന് അവകാശം പറയുന്നതൊന്നും എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അക്കൗണ്ടിൽ കാണരുത്. പിശാചിന് അവകാശം പറയുന്ന ഒന്നും നിങ്ങളുടെ മൊബൈലിൽ കാണരുത്. പിശാചിന് അവകാശം പറയുന്ന ഒന്നും നിങ്ങളുടെ മനസ്സിൽ കാണരുത്. അങ്ങനെ വന്നാൽ സംഭവിക്കുന്നത് എഫ്രാത്തയിലെത്താൻ, വാഗ്ദത്ത ദേശത്തെത്താൻ എത്ര ദൂരമാണ്? അല്പദൂരം. നമ്മുടെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കാൻ ഇനി അല്പം ദൂരം കൂടെ ഉള്ളു കേട്ടോ, അല്പം ദൂരം കൂടെ ഉള്ളു കേട്ടോ. നമ്മൾ ഏകദേശം എത്താറായി. നമ്മുടെ അരുമനാഥന്റെ കാഹളം ധ്വനി കേൾക്കാൻ ഇനി അധികം സമയമില്ലെന്ന്. അല്പദൂരം കൂടെ ഉള്ളു കേട്ടോ, അല്പദൂരം കൂടെ ഉള്ളൂ. അവൻ വരാറായി. പക്ഷേ വഴിമധ്യേ നാം പട്ടുപോകരുത്.
പട്ടുപോകരുത്. കണ്ണുകളടയ്ക്കാം. യാക്കോബ് അഭിമുഖീകരിച്ച 5 കല്ലുകൾ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവകരങ്ങൾ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഈ 5 കല്ലുകൾ നിങ്ങൾക്കറിയാമല്ലോ. 1 ലൂസിലെ കല്ല്, 2 കിഴക്കരുടെ ദേശത്തെ കല്ല്, 3 ഗിലയാദിലെ കല്ല്, 4 ബേഥേലിലെ കല്ല്, 5 സെൽസഹിലിലെ കല്ല്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കാൻ ഇനി അധികം ദൂരമില്ല. വാതുക്കലായിരിക്കുക. നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പിശാചിന് അവകാശം പറയുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ കാണരുത്. പിശാചിന് അവകാശം പറയുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ കാണരുത്. ഇന്ന് ചില പിള്ളേർ ഈ പിശാചിനെ നമുക്ക് വേറെ നോക്കേണ്ട കാര്യമില്ല. ഈ പിള്ളേരെ കണ്ടാലറിയാം. അയ്യോ, ചിലതിൻ്റെ മുടികളൊക്കെ കാണണം. ഈ കാട് പോലെ വളർത്തി എന്തെല്ലാം വികൃതിത്തരം മുടികളിൽ വരുത്താമോ അതെല്ലാം വരുത്തി. ചിലർ കളർ ചേഞ്ച് ഒക്കെ വരുത്തി. ചിലരുടെ മുടി ചുമപ്പ്, പച്ച, ചിലരുടെ വേഷവിധാനം, ഡ്രസ്സിങ്. ഞാൻ തുറന്നു പറയട്ടെ, പിശാചിന് അവകാശം പറയുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ കാണരുത്. മദ്യപാനം ജീവിതത്തിൽ കാണരുത് കുഞ്ഞുങ്ങളെ. പുകവലി കാണരുത്. പിശാചിന് അവകാശം പറയുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെ സംഭവിച്ചാൽ വഴിമധ്യേ പട്ടുപോകും. ഇനി അല്പദൂരം കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്പം ദൂരം കൂടെ മാത്രമേ ഉള്ളൂ. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ് പ്രാർത്ഥനയുടെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഇന്നോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നേക്ക് കർത്താവിന്റെ 2ാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.